பாருங்கண்ணே, ரெடி ஆயிடுச்சு. பண்ணாரி அம்மா. போட. വണങ്കാമുടി വണക്കം. ഞാൻ കുമാരൻ, ഗിരിസാർ അയച്ചത്. എന്താ ചേട്ടാ വിശേഷം? செந்தில் அந்த போனை கொஞ்சம் எடு. கிரிசா நம்பர் காடி. சரிங்கண்ணா. தம்பி, இந்த மேட்ரு கொஞ்சம் பெருசு. இந்த சத்தியமங்கல காட்டில் போய் யானை அடி சொல்லு, புலி அடிக்க சொல்லு, எதை வேணாலும் கொண்டு வந்து தரேன். ஆனால் இந்த மேட்ரை பொறுத்த வரைக்கும் ரிஸ்க் தான். அண்ணா பெல் அடிக்குதுண்ணே, கொடுப்பேன். കൊല്ലണോടാ ഒരേ ഒരാളെ. കാടിളക്കാൻ പട്ടികളുണ്ട്. ഇര വന്ന് വീഴാൻ പാകത്തിന് വലയും വിരിച്ചിട്ടുണ്ട്. നിന്റെ വിറയ്ക്കാത്ത കൈയും പിഴയ്ക്കാത്ത ഉന്നവും എനിക്ക് ആവശ്യം അതാണ്. പണി വെടിപ്പായാൽ പിന്നെ നിനക്ക് കാട് കയറാം. തോട്ടയും തിരയും കൊണ്ട് നടക്കുന്ന നിന്റെ സഞ്ചി നിറയെ 1000-ന്റെ ചുവന്ന നോട്ടുകളുമായി. കേട്ടോടാ പാണ്ടി? പറ പാണ്ടിടാ മോനെ. ചമ്രങ്കൽ വേല കഴിഞ്ഞാൽ 7ന്റെ ഉള്ളിൽ പഴഞ്ഞിപ്പാറ ദേശത്തെ മണ്ണിൽ ചോര വീഴും എന്നുള്ളത് പഴയ വിശ്വാസ. നമ്മുടെ കാരണവന്മാർ കുരുതി നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാളിയാർ മഠത്തിലെ കാരണവന്മാർ നരബലി തന്നെ നടത്തിയിരുന്നു ദേവിപ്രസാദത്തിനായിട്ട്. എന്റെ പൊന്നനിയന്മാരെ വിളിപ്പിച്ചതേ ഒരു കുരുതിക്ക് കൂടാനാ. ഊരായ്മക്കാരായി വല്യച്ഛന്റെ മോൻ, കൂടപ്പിറപ്പ്, സ്വന്തം രക്തം, അവൻ പ്രാണൻ വിടുന്നത് കാണാൻ. വണങ്കാമുടി. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ പാണ്ടി ചെന്നായ എര പിടിച്ച് കാട് കയറി മറഞ്ഞോളാൻ. ശരി, അവർ മീനാക്ഷിപുരത്തെത്തുന്നു. വണ്ടി എടുക്കടാ. കെണി ഒരുക്കിയത് ചാത്തമ്പാറ വഴിയില്ല. കൊല്ലണോ? പേടിയുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോടാ. എടാ, വല്യേട്ടനുള്ള എന്തിനാടാ പേടി? ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അറിഞ്ഞു അവൻ. ഇനി കൊല്ലാതെ വേറെ വഴിയില്ല. വലിയേട്ടൻ പറ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്. വിജയ, വണ്ടി എടുക്കടാ. വഴി മാറിയില്ല, നേരം തെറ്റിയില്ല. വന്നു എന്റെ ഇര, എന്റെ ശത്രു, എന്റെ സഹോദരൻ, ദേവർമഠം നാരായണൻ. ഉടല് പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്കുകൊണ്ട് കിടക്കപ്പായിന്ന് പൊക്കി നിർത്തിയെന്നും കേട്ടു. മറച്ചു വെച്ച സത്യം അറിഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലേ നാരായണ? നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിനെ പിന്തുടർന്ന് കൊല്ലണമെന്ന. നിന്നെ കൊല്ലാനാ എന്റെ തീരുമാനം. സൂപ്പർ ഡയലോഗ് മച്ചേ. മാനെ ഗിരി, ഇത് എങ്ങനെയാടാ 8 കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ? കേട്ടിട്ട് കോൾമേരി കൊള്ളുന്നു മാനെ. നീ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഗുഡ് ബാഡ് ആൻഡ് ദ അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ നടന്നു. അതിലൊരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഷൂട്ട് ഷൂട്ട് ഡോണ്ട് ടോക്ക്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം, ഇടയിൽ കൊണാരം അടിക്കരുത്. നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത, അതായത് എൻ്റെ ചെറിയച്ഛൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശ്മാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ചത്തു തെക്കോട്ട് എടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണിൽ നിന്ന് ചോര വരുത്തോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തരി മണ്ണ് കൊണ്ടുപോലും ദേഹം വേദനിപ്പിക്കാതെ. അത് പുരുകവും പീലിയും നിറച്ച തന്തയ്ക്കുള്ള കൺസിഡറേഷൻ. നിനക്കും അനിയൻ ചെക്കന്മാർക്കും അത് കിട്ടില്ല. പിപ്പിടി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് ചന്തിയിൽ തൊലിയാൻ പൊളിക്കും. കാട്ടേ വണ്ടി ഇട. മനെ
ഗിരി, അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ്. ഇത് കളി മലങ്കോളാണല്ലോ സഹോദര. ആ അതെടാ, അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നമുക്ക്. ഇത് കടസിക്കളി, ചാവില് മാത്രം തീരുന്ന കളി. നടുവിൽ ഒരായുസുകാലം ഒറ്റക്കാലിൽ തപസ് ചെയ്ത് വരം നേടിയിട്ട് വാ ദേവർമഠം നാരായണന്റെ മരണം കാണാൻ. തല്ല് കിട്ടുമെന്നറിയുമ്പോ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ ADC ആയിട്ട് നടക്കുമ്പോ ഓർക്കണം, ദേഹം വേദനിക്കുന്നു. പോടാ വീട്ടിൽ പോടാ. വെടിവെക്കാൻ വന്നത് തന്നെയാ, അത് വെടിപ്പാക്കിയിട്ടേ പോകൂ. പാണ്ടി പുല്ലിനെ